ഹലോ സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മൊബൈലിൽ സാധാരണ വരുന്ന കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ വരുന്ന കുറേ കമ്പോണൻസിനെ കുറിച്ചാണ്. ഇതിനെപ്പറ്റി ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ഇട്ടിരുന്നു. അതിനോടനുബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഇതിനെപ്പറ്റി റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഡയോഡ്, ട്രാൻസിസ്റ്റർ 2 ടൈപ്പ്, കോയിൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതിൻ്റെ പ്രവർത്തനം എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് വീഡിയോ. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഈ SMD കമ്പോണൻസിനെ പറ്റി എല്ലാം ഒരുമാതിരിപ്പെട്ട വീഡിയോകളെല്ലാം കുറേയൊക്കെ ചെയ്തതാണ്. അപ്പം ഇന്ന് പറയുന്നത് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഡയോഡ്, കോയിൽ, ട്രാൻസിസ്റ്റർ, അങ്ങനെയൊക്കെയുള്ള നോർമൽ കമ്പോണൻസിനെ കുറിച്ചാണ്. ഇതിനെപ്പറ്റി നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ അതിനകത്ത് വിട്ടുപോയ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. ആദ്യം ട്രാൻസിസ്റ്ററിൻ്റെ റെസിസ്റ്ററിൻ്റെ കാര്യം പറയാം. റെസിസ്റ്റർ തൊട്ട് നമുക്ക് തുടങ്ങാം. ആദ്യം റെസിസ്റ്ററിൻ്റെ കാര്യത്തിൽ പറയേണ്ടത്, റെസിസ്റ്ററിൻ്റെ ചിഹ്നം ഇങ്ങനെയാണ്. ഇതിൻ്റെ സിമ്പിൾ ഇങ്ങനെയാണ്. റെസിസ്റ്റർ ഇരിക്കുന്നത് ഈ ചിത്രത്തിൽ കാണുന്ന പോലെയാണ്. SMD റെസിസ്റ്ററുകൾ കറുത്ത നിറത്തിൽ ഈ PCB ബോർഡുകളിലെല്ലാം കാണാം. നമ്മുടെ മൊബൈലിൻ്റെ ബോർഡുകളിൽ കറുത്ത നിറത്തിൽ കാണുന്ന ചെറിയ കമ്പോണൻസ് ആണ്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു വോൾട്ട്, ഏതെങ്കിലും ഒരു വോൾട്ട്, ഉദാഹരണത്തിന് 4 വോൾട്ട് ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് കിട്ടുക എന്നുള്ളതാണ്. അതായത് ഇവിടെ 3.5 2 എത്രയും വോൾട്ട് വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ റെസിസ്റ്ററുകൾ ഇതിനിടയ്ക്കിടയ്ക്ക് വെച്ചേക്കുന്നത്. ഇതിന് പൊളാരിറ്റി ഇല്ല. ഇത് നേരെ തിരിച്ചു വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ മൊബൈലിൽ നിന്ന് അഴിക്കുന്ന ഈ കമ്പോണൻറ്റ് നേരെ തിരിച്ചു വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ പൊളാരിറ്റി ഇല്ലാത്ത കുറേ കമ്പോണൻസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അതെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ച് കാണുക. അതാണ് ഈ റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസ് ആണ് നമ്മുടെ മൊബൈലിൻ്റെ ബോർഡുകളിൽ ഏറ്റവും കൂടുതലുള്ള കമ്പോണൻറ്റ്. ഈ കമ്പോണൻറ്റ് ഷോർട്ടായി എന്ന് വിചാരിച്ച് സാധാരണഗതിയിൽ മൊബൈൽ ഡെഡാകുന്ന സാധനമല്ല. ഇത് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തൂടെ ഈ കറണ്ട് പോകാതിരിക്കുകയും, ഇപ്പോൾ IC-ലോട്ടാണ് പോകുന്നതെങ്കിൽ, പവർ IC-ലോട്ടൊക്കെയാണ് പോകുന്നതെങ്കിൽ അങ്ങനെ ഡെഡാകുന്നതല്ലാതെ ഇത് ഷോർട്ട് അയച്ച് വേറൊരു തരത്തിൽ നോർമലായിട്ട് അങ്ങനെ ഡെഡാകുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ റെസിസ്റ്റർ വെച്ചേക്കുന്നത്. ഈ റെസിസ്റ്റർ വലിയൊരു കുഴപ്പക്കാരല്ല. അഥവാ ഇത് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും കേസുകളിൽ, ചില കേസിലൊക്കെ ഷോർട്ടായി കൊടുത്താൽ വർക്കാവും. ഇല്ലെങ്കിൽ സെയിം വാല്യൂവിൽ ഒരു റെസിസ്റ്റർ ഇട്ട് കൊടുക്കേണ്ടി വരും. ചില കേസുകളിൽ ഷോർട്ടാക്കിയാൽ പറ്റത്തില്ലാത്ത കേസുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ സെയിം റെസിസ്റ്റർ കൊടുക്കേണ്ടി വരും. രണ്ടാമത് നമ്മൾ എന്നാ പറയണ്ടേ, കപ്പാസിറ്ററുടെ. കപ്പാസിറ്ററിൻ്റെ ചിഹ്നം ഇങ്ങനെയാണ്. ഈ കപ്പാസിറ്റർ 2 തരത്തിലുണ്ട്. കപ്പാസിറ്റർ പോളാർ കപ്പാസിറ്ററും നോൺ പോളാർ കപ്പാസിറ്ററും. ഈ പോളാരിറ്റി ഉള്ള കപ്പാസിറ്ററുകളെയാണ് ഈ പോളാർ കപ്പാസിറ്ററുകൾ എന്ന് പറയുന്നത്. അതായത് ഒരു സൈഡ് നെഗറ്റീവും ഒരു സൈഡ് പോസിറ്റീവും. ആ കപ്പാസിറ്റർ മാത്രം നമുക്ക് തിരിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. അല്ലാത്ത കപ്പാസിറ്ററുകൾ നമുക്ക് തിരിച്ചു വയ്ക്കാം. ഇത് ഈ കാണുന്ന ടൈപ്പ് കപ്പാസിറ്ററുകളെല്ലാം നോൺ പോളാർ കപ്പാസിറ്ററുകളാണ്. സാധാരണ മൊബൈലിലെല്ലാം വെച്ചേക്കുന്ന നോൺ പോളാർ കപ്പാസിറ്ററുകളാണ്. വളരെ ചുരുക്കം ചില കപ്പാസിറ്ററുകൾ മാത്രമേ ഉള്ളൂ പോളാർ കപ്പാസിറ്റർ. ഈ പോളാർ കപ്പാസിറ്റർ ഇച്ചിരി പ്രശ്നക്കാരനാണ്. ഒരു ബോർഡിൽ പോളാർ കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ മൊബൈൽ ഡെഡോ മറ്റോ ആകുകയാണെന്നൊരു ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ആ സാധനമാണ്. ഇതേ ഇരിക്കുന്ന ആ സാധനമാണ് ചെക്ക് ചെയ്യേണ്ടത്. പോളാർ കപ്പാസിറ്റർ വളരെ ചുരുക്കം ചില ബോർഡുകളിലേ ഉള്ളൂ. പൊളാരിറ്റി ഇല്ലാത്ത കപ്പാസിറ്ററുകളാണ് സാധാരണ ഏറ്റവും ചെറുതായിട്ട് കാണുന്നതെല്ലാം പൊളാരിറ്റി ഇല്ലാത്ത കപ്പാസിറ്ററുകളാണ്. അപ്പോൾ ഈ കപ്പാസിറ്ററുകൾ സാധാരണ നമ്മൾ മൾട്ടിമീറ്റർ ചെക്ക് ചെയ്യുമ്പോൾ 2 സൈഡിലേക്കും, ഇപ്പോൾ ഈ സൈഡിൽ ഒരു പ്രോബ് വയ്ക്കുക, ഈ സൈഡിലൊരു പ്രോബ് വയ്ക്കുക. ഷോർട്ടിങ് കാണിക്കാൻ പാടില്ല. തിരിച്ചു വെച്ചാലും ഷോർട്ടിങ് കാണിക്കാൻ പാടില്ല. റെസിസ്റ്റൻസ് കാണിക്കാൻ പാടില്ല.
അതിന് വേണ്ടിയിട്ടാണ്. ഈ കപ്പാസിറ്ററുകൾ സാധാരണ ഉപയോഗം അതിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഫിൽറ്ററിംഗ് ആണ്. ഇതിൻ്റെ ധർമ്മം ഫിൽറ്ററിംഗ് ആണ്. ഫിൽറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ AC കറണ്ടേ ഒന്ന് പ്യുവർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുന്നത്. മിക്കവാറും കപ്പാസിറ്ററുകളെല്ലാം ബോർഡിൽ സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്നത് ഒരു സൈഡ് നെഗറ്റീവ് ആയിരിക്കും. ബോർഡിലെ നെഗറ്റീവ് ഉണ്ടല്ലോ, ഈ എർത്തായിരിക്കും ഒരെണ്ണം പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സാധനം ഷോർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊബൈൽ ഡെഡ് ആകും. അതായത് ഈ രണ്ട് കോണ്ടാക്റ്റ് തമ്മിൽ പോസിറ്റീവും നെഗറ്റീവും ഷോർട്ടായിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ കാണിക്കും. ലീക്ക് ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ഫോണ് ഡെഡ് ആകാനുള്ള സാധ്യതയുണ്ട്. കപ്പാസിറ്ററുകൾ അപ്പം ഒരു മെയിൻ സാധനമാണ്. മൊബൈൽ ഡെഡ് ഷോർട്ടിങ്ങിൻ്റെ ഒരു മെയിൻ സാധനമാണ് ഈ കപ്പാസിറ്ററുകളാണ് മെയിനായിട്ട് ഈ കംപ്ലൈൻ്റ് ആകുന്നത്. പിന്നെ റെസിസ്റ്ററുകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്ററുകൾക്ക് പൊളാരിറ്റി ഇല്ല എന്ന് പറഞ്ഞു. കപ്പാസിറ്ററുകൾക്കും പൊളാരിറ്റി ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കപ്പാസിറ്ററുകളും പൊളാരിറ്റി ഇല്ലാത്തത് തന്നെയാണ്. പൊളാരിറ്റി ഉള്ളത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ മൊബൈൽ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നത്. പൊളാരിറ്റി ഉള്ള കപ്പാസിറ്റർ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കപ്പാസിറ്ററാണ്. അത് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമുള്ള കപ്പാസിറ്ററാണ്, ഷോർട്ടിങ് വരും. സാധാരണ മിക്കവാറും 99% പൊളാരിറ്റി ഇല്ലാത്ത നോൺ പോളാർ കപ്പാസിറ്ററുകളാണ് മൊബൈലിൽ ഉപയോഗിക്കുന്നത്. ഇനി ഡയോഡിൻ്റെ കാര്യം പറയാവേ. ഡയോഡിൻ്റെ ചിഹ്നം ഇങ്ങനെയാണ്. ഈ ഡയോഡിൻ്റെ ഈ വരയുള്ള ഭാഗമാണ് നെഗറ്റീവ്, അതായത് കാഥോഡ്. ഈ വരയില്ലാത്ത ഭാഗമാണ് പോസിറ്റീവ്, അതാണ് ആനോഡ്. അത് ഓർത്തിരിക്കാനായിട്ടേ, നമുക്ക് ഈ പോസിറ്റീവല്ല നമ്മുടെ വലിയ സാധനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആനോഡ് അങ്ങനെയൊക്കെ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഡയോഡ്. ഈ ഡയോഡിൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് കറണ്ട് കടത്തി വിടുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ എത്ര വോൾട്ടേജ് കൊടുത്താലും, 4 വോൾട്ടേജോ 2 വോൾട്ടേജോ എത്ര കൊടുത്താലും ഈ വോൾട്ടേജ് തന്നെ പോകണം. അത് ഒരു സൈഡിലേക്ക് പോകാറ്, റിവേഴ്സ് വരാൻ പാടില്ല. അതാണ് ഈ ഡയോഡിൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ. അത്രയേ ഉള്ളൂ പരിപാടി ഡയോഡിന്. ഇതിന് പൊളാരിറ്റി ഉള്ളതാണ് കേട്ടോ. ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമുള്ളതാണ്. ഇതിന് അങ്ങനെ ഒരു കുഴപ്പമുള്ള സാധനമാണ്. അപ്പോൾ പൊളാരിറ്റി ഇല്ലാത്ത കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഒന്നും കൂടെ പറയാം, പിന്നെ വരുമ്പോൾ പറയാം. വരുമ്പോൾ ഓർക്കുമ്പോൾ പറയാം. അപ്പോൾ ഡയോഡിന് പൊളാരിറ്റി ഉണ്ട്. ഡയോഡിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് കറണ്ട് ഫ്ലോ ആക്കുക എന്നുള്ളതേ ഉള്ളൂ. മറ്റേ സൈഡിലേക്ക് ഫ്ലോ ആക്കാതിരിക്കുക എന്നുള്ളതും ഇവൻ്റെ ധർമ്മമാണ്. പിന്നെ ഈ ഡയോഡും ഷോർട്ടാകുന്നതാണ്. ഡയോഡ് ചെക്ക് ചെയ്യേണ്ടത് ഒരു സൈഡിലേക്ക് മൾട്ടിമീറ്റർ ഈ സൈഡിലും വയ്ക്കുക. ഒരു സൈഡിലേക്ക് റീഡിങ് കാണിക്കണം. തിരിച്ച് ഈ പ്രോബ് വെച്ച് കഴിഞ്ഞാൽ റീഡിങ് കാണിക്കരുത്. അതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ അതിനെപ്പറ്റി പറയാനായിട്ട്. അടുത്തത് ട്രാൻസിസ്റ്റർ. ഈ ഡയോഡ് ഇരിക്കുന്നത്, ഡയോഡിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ ട്രാൻസിസ്റ്ററിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്. അപ്പോൾ ട്രാൻസിസ്റ്റർ 2 തരത്തിലുണ്ട്, PNP NPN. അത് കണ്ടാൽ മനസ്സിലാകുകയില്ല. ട്രാൻസിസ്റ്റർ PNP NPN രണ്ടും കാണാൻ ഒരുപോലൊക്കെ തന്നെ ഇരിക്കും. അതിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. 2 ടൈപ്പ് ഉണ്ടെന്നുള്ളൂ. കാണാൻ ഒരുപോലെ തന്നെയാണ്. ഷേപ്പ് പുറത്തുനിന്ന് നോക്കുമ്പോൾ 2 ടൈപ്പുണ്ട് ട്രാൻസിസ്റ്ററുകൾ. അപ്പോൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഡയോഡാണ് ഈ ട്രാൻസിസ്റ്ററുകളിൽ നിന്ന് മനസ്സിലാക്കുക. ട്രാൻസിസ്റ്ററിനാകെ 3 ലെഗ് ഉണ്ടാകും. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത് ഈ സാധനം. മൊബൈലിൽ ഇങ്ങനെയാണ് സാധാരണ ഇരിക്കുന്നത്. അപ്പോൾ ഈ 3 ലെഗുകൾ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഡയോഡ്, ഈ ഡയോഡ് ഇങ്ങനെ രണ്ടും ഒരു സൈഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ട്രാൻസിസ്റ്റർ ആവും. ഇതിൻ്റെ ഈ കാഥോഡ് തമ്മിൽ കൊടുത്തു കഴിയുമ്പോൾ ഇതിന് 3 ലെഗല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു പെട്ടിക്കകത്താക്കിയേക്കുന്നതാണ് ഈ ട്രാൻസിസ്റ്റർ. മനസ്സിലായോ?
അപ്പോൾ ഇതിന് 3 ലെഗുകളുണ്ടാവും. അപ്പോൾ ഈ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഡയോഡിൻ്റെ കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ടോയെന്ന് നോക്കണം. ഇപ്പോൾ ഇതും ഇങ്ങോട്ടും റീഡിങ് കാണിക്കുന്നെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് കാണിക്കാൻ പാടില്ല, ഇതും ഇങ്ങോട്ടും റീഡിങ് കാണിക്കുന്നെങ്കിൽ തിരിച്ചിങ്ങോട്ട് കാണിക്കാൻ പാടില്ല. അപ്പോൾ 2 ഡയോഡിൻ്റെ സംഭവം കാണിക്കണം. അത് ഇച്ചിരി നേരെ തിരിച്ചുമൊക്കെ വരാം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയോഡ് തിരിച്ചാണ് വെച്ചേക്കുന്നെങ്കിൽ, അതായത് NPN ഉം PNP ഉണ്ടല്ലോ, അപ്പം ആ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിൻ്റെ കാതോട് ഇങ്ങോട്ട് വരും, ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ കാതോട്. ഈ സൈഡിലേക്ക് നെഗറ്റീവ്, ഇത് ഈ സൈഡിലേക്ക് നെഗറ്റീവ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ രണ്ടും കൂടെ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ വേറൊരു ട്രാൻസിസ്റ്ററായി. അപ്പം ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് കണ്ടിന്യൂറ്റി കാണിക്കും, ഇങ്ങോട്ട് കണ്ടിന്യൂറ്റി കാണിക്കുകയല്ലെന്ന്. അപ്പോൾ നിങ്ങൾ മൾട്ടിമീറ്റർ വെച്ച് നോക്കുക, 2 ഡയോഡിൻ്റെ ഫങ്ഷൻ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ സ്പെയറുകളെല്ലാം നമ്മൾ ബോർഡിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വാല്യൂ കിട്ടുകയില്ല. ഏകദേശം ഒരു വാല്യൂ ഒക്കെ കിട്ടും, പക്ഷേ നമുക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ ആ സ്പെയർ എടുത്ത് പുറത്ത് വെച്ച് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ബോർഡിൻ്റെ ഫുള്ള് റെസിസ്റ്റൻസ് ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പം ഈ 2 ടൈപ്പ് ട്രാൻസിസ്റ്ററുകളുണ്ടെന്ന് പറഞ്ഞു, അതും മനസ്സിലായല്ലോ. പിന്നെ പറയാനുള്ളത് കോയിലാണ്. കോയിലിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്. കോയിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് സാധാരണ കാണുന്നത് ലൈറ്റിൻ്റെ സെക്ഷനിലൊക്കെയാണ് മൊബൈലിനകത്ത് കാണുന്നത്. കോയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ചുമ്മാ കുറച്ച് കണക്കനുസരിച്ച്, അതിൻ്റെ ഓരോ കണക്കുണ്ട്, അതിനനുസരിച്ച് കുറേ ചെമ്പ് കമ്പി ചുറ്റിയേക്കുന്ന ഒരു സാധനമാണ്. ഇത്രയും ചെമ്പ് കമ്പി ചുറ്റിയെന്ന് വെച്ചാൽ അതിന് ഈ റൊട്ടേഷന് കണക്കുണ്ട് കേട്ടോ. അതൊന്നും നമുക്കുള്ള ബാധിക്കുന്ന കേസല്ല. ഇപ്പോൾ ഇത് ചെമ്പ് കമ്പി ആയതുകൊണ്ട് ഇതിനകത്തൂടെ ഇവിടുന്ന് നമ്മൾ ബസർ പോയിന്റിലിട്ടേച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഇത് ഇവിടെയും ബീപ്പ് അടിക്കണം. 2 പോയിന്റിലും വെച്ചാൽ ബീപ്പ് അടിക്കണം, മനസ്സിലായില്ലേ? അതായത് ഇവിടുന്ന് ഒരു കറണ്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഇപ്പുറത്ത് വരണം ആ കോയിൽ. ഈ കോയിലിനെ ബൂസ്റ്റാക്കുന്നത് ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കൂടുതൽ വോൾട്ടേജാണ്. അതിന് വേറൊരു സർക്യൂട്ടാണ് ലൈറ്റ് സെക്ഷനിൽ ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഒരു സ്പെയർ മാത്രമാണ് കോയിൽ. ഇനി പൊളാരിറ്റി ഇല്ല കേട്ടോ, സാധനത്തിന് പൊളാരിറ്റി ഇല്ല. നിങ്ങൾ എടുക്കുമ്പോൾ തിരിച്ചു വെച്ചാലും എങ്ങനെ വെച്ചാലും ഇത് പിന്നെ വർക്കാവും. അപ്പോൾ പൊളാരിറ്റി ഇല്ലാത്ത സാധനങ്ങൾ ഇതൊന്ന്. പിന്നെ ഇതിനും പൊളാരിറ്റി ഉണ്ട് കേട്ടോ. ഇത് തിരിച്ചു വെക്കാൻ പറ്റത്തില്ലല്ലോ. ഇതെങ്ങനെയാണ് തിരിച്ചു വെക്കുന്നത്? ഈ സൈഡിൽ 2 കാലില്ലേ, ഈ സൈഡിൽ 1 കാലില്ലേ. അപ്പോൾ ഇതിന് പൊളാരിറ്റി ഇല്ല, റെസിസ്റ്ററിന് പൊളാരിറ്റി ഇല്ല. കപ്പാസിറ്ററിന് പൊളാരിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇതിനും പൊളാരിറ്റി ഉണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറയാത്ത കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ആ വീഡിയോയും കൂടെ കാണുക. ആ വീഡിയോയിൽ കുറേ ഇച്ചിരി വിശദമായിട്ട് ഞാൻ ഓരോരോ കാര്യങ്ങൾ പിന്നെ പറഞ്ഞിട്ടുണ്ട്, ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണുക. പിന്നെ ഇതിനകത്ത് വേറൊരു കമ്പോണൻ്റാണ് മോസ്ഫെറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു IC കണ്ടിട്ടില്ലേ നിങ്ങൾ? ചാർജിങ്ങിലും ഡിസ്പ്ലേയിലും ഒക്കെ കാണുന്നത് 4 ലെഗ് കാണും. അങ്ങനെ 4 ലെഗുള്ളതും ഈ ഒരു സൈഡിൽ 3 ലെഗുള്ളതുമുണ്ട്. അത് മോസ്ഫെറ്റാണ്. അപ്പോൾ ആ മോസ്ഫെറ്റ് എന്നത്തിനാണ് ഉപയോഗിക്കുന്നത്, അതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്, സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ബേസിക് വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിരുന്നു. അത് നമ്മുടെ ചാനലിൽ സെൽഫ് സൊല്യൂഷൻ അടിച്ച് വെച്ച് നമ്മുടെ ചാനലിൽ കയറിയിട്ട് പ്ലേലിസ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിനകത്ത് എന്തോ മൊബൈൽ ഫണ്ടമെൻ്റൽ ടിപ്സ് എന്നോ എങ്ങാണ്ട് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കയറി ഒന്ന് കാണുക. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ നാളെ ഇതിനെപ്പറ്റി വേറൊരു വീഡിയോയും ആ പ്ലേലിസ്റ്റിൽ തന്നെ ഉണ്ടാവും. ഈ 2 വീഡിയോയും കൂടെ കണ്ടാലേ ഈ മോസ്ഫെറ്റ് എന്നതാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പെയറാണ് ഇപ്പോഴത്തെ ഇലക്ട്രോണിക്സ് ബോർഡുകളിൽ, SMD ബോർഡുകളിൽ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കാണണം. മോസ്ഫെറ്റിനെ കുറിച്ച് പലർക്കും അറിയത്തില്ല. അപ്പം മോസ്ഫെറ്റ് അത്രയേറെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കമ്പോണൻ്റാണ്. അപ്പോൾ എല്ലാ സ്പെയറുകളെക്കുറിച്ചും പറഞ്ഞില്ല. സ്പെയറുകൾ കുറേ അധികം ഉണ്ട് സ്പെയറുകൾ. പിന്നെ കോമൺ ആയിട്ട് വരുന്ന റെഗുലറായിട്ട് ഉള്ള ഒരുപാടുള്ള കമ്പോണൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളുടെ ചാനലിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതിന് ബെല്ലൈക്കണും കൂടെ ഒന്ന് ഞെക്കി വെക്കണം, എന്നാലേ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ.
അപ്പോൾ പുത്തൻ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.